ഈ 47-48 ഓഫർ എന്ന് പറയുന്നത് ഒരു പക്ഷേ സംഘത്തിൻ്റെ ചുമതലപ്പെട്ട ആൾക്കാർ അധികാരത്തിലേക്ക് പോലും വരാനുള്ള ഓഫറാണ് അന്ന് ഉണ്ടായിട്ടുള്ളത്. അതിനെ അതിജീവിച്ചു സംഘം. സാധാരണ തെറ്റുകൾ എപ്പോഴാണ് സംഭവിക്കുന്നത്? നമ്മുടെ മനസ്സിൽ ഏഷണാത്രയങ്ങളുടെ സ്വാധീനം ഉണ്ടാകുമ്പോഴാണ്. ഏഷണാത്രയങ്ങളെന്ന് പറഞ്ഞാൽ വിത്തേഷണ, പണം വേണം, സംഘത്തിന് പണം കൊടുക്കാമെന്ന് പറഞ്ഞ് എത്രയോ പേര് വരുന്നു, സംഘം അത് നിഷേധിക്കുകയാണ്. സ്വയം സേവകരുടെ സമർപ്പണത്തിലൂടെ ഓരോ ഗുരുദക്ഷിണയിലും എന്ത് കിട്ടുന്നു, അത് കുറവായാലും കൂടുതലായാലും അതുകൊണ്ട് തൃപ്തരായി സംഘപ്രവർത്തനം നടത്തുന്നവരാണ്. അതുകൊണ്ട് സാമാന്യ സംഘടനകളെയോ മനുഷ്യരെയോ ബാധിക്കുന്ന ആ ഏഷണയുടെ പ്രശ്നം വിത്തേഷണ, കർമ്മം ചെയ്യാനുള്ള പ്രേരണയായിട്ട് ആചാര്യന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്ന ഈ 3 സാധനമാണ്. വിത്തം കിട്ടണം, പണം സംഘത്തിന് വേണ്ട. പുത്രേഷണ എന്ന് വെച്ചാൽ സ്വന്തം ആളുകളെ മുന്നോട്ട് കൊണ്ടുവരിക, സ്വന്തം മക്കളെ പ്രധാനമന്ത്രിയാക്കുക, മക്കളുടെ മക്കളെ പ്രധാനമന്ത്രിയാക്കുക, ഇത്യാദി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിനെയാണ് വേണമെങ്കിൽ നമുക്ക് പുത്രേഷണ എന്ന് പറയുന്നത്. സ്വന്തക്കാരെ, പുത്രന്മാരെ എന്നുള്ളത് സ്വന്തക്കാരെ മുന്നോട്ട് കൊണ്ടുവരിക. മൂന്നാമത്തതാണ് വളരെ ഭീകരമായ ഒന്നാണ്, സാധാരണക്കാർക്ക് അതിജീവിക്കാൻ വലിയ പ്രയാസമുള്ള ഒന്നാണ്. അതാണ് പ്രസിദ്ധി കിട്ടാനുള്ള ഏഷണ. അത് സംഘം അതിനെയും അതിജീവിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.